അമൃത മിസ് ആണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരു അടിപൊളി ചാപ്റ്ററിൽ ഈ പ്രാവശ്യം ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ്? ബി മൈ മൾട്ടിപ്പിൾ ഐ വിൽ ബി യുവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു സൂപ്പർ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്കറിയാം ആദ്യം പറയുന്നത് മൾട്ടിപ്പിൾസിനെ പറ്റിയാണ് അല്ലേ. ബി മൈ മൾട്ടിപ്പിൾ എന്താണെന്നാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം മൾട്ടിപ്പിൾസിനെ കുറിച്ച് പഠിപ്പിക്കും, പിന്നെ കോമൺ മൾട്ടിപ്പിൾസിനെ കുറിച്ച് പഠിപ്പിക്കും, പിന്നെ എന്താ പറയുന്നത് അതിൽ ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾസിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ള വാല്യൂ ഏതാണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, അതായത് LCM. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, എന്താണ് മിസ്സേ ഈ മൾട്ടിപ്പിൾസ്, എന്താണ് ഈ കോമൺ മൾട്ടിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ, കുറേ ചിന്തിക്കുന്നുണ്ടാവും. സിമ്പിളായിട്ട് പറഞ്ഞു തരാം, വളരെ 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 സിമ്പിളാണ്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സിഗ്നൽ ലൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊക്കെ അറിയാലോ, ട്രാഫിക്കിൽ നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്ന സമയത്ത് ട്രാഫിക്കിൽ സിഗ്നൽസിൽ നമ്മൾ വണ്ടി നിർത്തും. അപ്പോൾ എന്താണ്? റെഡ് ലൈറ്റ് പറഞ്ഞാൽ സ്റ്റോപ്പാണ്, ഗ്രീൻ ലൈറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടാണ്. അപ്പോൾ യെല്ലോ ലൈറ്റ് എന്താണ്? നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഒന്നും യെല്ലോ ലൈറ്റ്, അതായത് ഇതിപ്പോൾ കത്താൻ പോവുകയാണേ, റെഡ് കത്താൻ പോവുകയാണേ എന്ന് പറഞ്ഞ് റെഡ് യെല്ലോ കാണിക്കും, പിന്നെ റെഡിലേക്ക് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ 3 ലൈറ്റുകൾ നമുക്ക് സിഗ്നലിൽ കാണാൻ വേണ്ടി പറ്റും. റെഡ് ഉണ്ട്, ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ, പിന്നെ ഒരു ഗ്രീനും. അപ്പോൾ നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്ത് നിങ്ങൾ വണ്ടിയിൽ പോകുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു വണ്ടിയിൽ നിങ്ങൾ പോകുന്ന സമയത്ത് പെട്ടെന്ന് റെഡ് കാണുമ്പോൾ നമ്മൾ നിർത്തും അല്ലേ, ഗ്രീൻ കാണുമ്പോൾ നമ്മൾ പോവും. ഗ്രീൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ പോകുമ്പം നമ്മളിങ്ങനെ അടുത്ത സിഗ്നൽ കാണുക, ഗ്രീൻ ആണ് കാണുന്നത്, അപ്പോൾ നമ്മൾ സ്പീഡിൽ പോവും. ഗ്രീന് കാണുമ്പോൾ നമ്മൾ സ്പീഡിൽ പോവും. അപ്പോൾ അടുത്ത എന്താവും? ഓറഞ്ച് കത്തും, ഇപ്പം ചോപ്പ് കത്തുവേ എന്ന് പറഞ്ഞിട്ട് റെഡ് ലൈറ്റും കത്തും. ഇങ്ങനെയാണ് സംഭവം അല്ലേ, സിഗ്നൽ ലൈറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ റെഡ് ലൈറ്റ് എന്ന് പറയുന്ന ആൾ ഓരോ 2 സെക്കൻഡ്, നമ്മൾ വെറുതെ വിചാരിക്കാം, ഓക്കെ, ഇത് അങ്ങനെയല്ല മിസ്, വിചാരിക്കാം, ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും കത്തുന്നു എന്ന് വിചാരിക്കാം. റെഡ് ലൈറ്റ് ഓരോ 2 മിനിറ്റിലും കത്തും. അതായത് ഇപ്പോൾ രാവിലെ 8 മണിക്ക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ എത്ര മണിക്കായിരിക്കും അത് കത്തുക? 8:02 അല്ലേ, 2 മിനിറ്റിൽ അത് കത്തും. പിന്നെയോ 4 മിനിറ്റിൽ അത് കത്തും അല്ലേ, 4 മിനിറ്റ് ആകുമ്പം കത്തും. പിന്നെ 6 മിനിറ്റ് ആകുമ്പം കത്തും. പിന്നെയോ 8 മിനിറ്റ് ആകുമ്പം കത്തും. അതായത് ഓരോ 2 മിനിറ്റ് കഴിയുമ്പോഴും ഈ റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തും അല്ലേ. ഒന്നുകൂടെ പറയാം, നമ്മളിപ്പം 8 മണിക്ക് ഈ റെഡ് ലൈറ്റ് കത്തി, 8 മണിക്ക് ഈ റെഡ് ലൈറ്റ് കത്തി അപ്പം തന്നെ കെട്ടു. പിന്നെ എപ്പോഴാണ് റെഡ് ലൈറ്റ് കത്തുക? 8:02 ആകുമ്പോൾ റെഡ് ലൈറ്റ് കത്തും, പിന്നെയും കെടും. പിന്നെ എപ്പോഴാണ് കത്തുക? 2 മിനിറ്റ് കഴിഞ്ഞിട്ട്, അതായത് ഈ 2 മിനിറ്റ് കഴിയും, 2 + 2 4 മിനിറ്റ് ആകുമ്പോൾ പിന്നെയും കത്തും, കെട്ടു. പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ കഴിയണം, അപ്പോൾ 6 മിനിറ്റ് ആവും. 8:06 പിന്നെയും കത്തും, കെട്ടു. പിന്നെയും 2 മിനിറ്റ് കഴിയാന്ന് പറഞ്ഞാൽ 8, പിന്നെയും കഴിയാന്ന് പറഞ്ഞാൽ 10, പിന്നെ 12. പിന്നെ നമുക്കിത് വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് എഴുതാൻ അറിയാം. എങ്ങനെ? കാരണം ഇത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ് അല്ലേ. 2, 4, 6, 8, 10, 12, 14, 16, 18 നമുക്ക് എത്ര വേണമെങ്കിലും എഴുതാം, കാരണം ഇത് മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ് അല്ലേ. അപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾസ് ഓഫ് 2 ആയിട്ടാണ് കത്തുന്നത് നമുക്ക് പറയാം. അടുത്തതോ യെല്ലോ ലൈറ്റ് കത്തുന്നത് ഓരോ 4 മിനിറ്റ് കഴിയുമ്പോഴാണ്, 4 മിനിറ്റ്സ്. ഓരോ 4 മിനിറ്റ് കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? യെല്ലോ ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് ആദ്യം 8 മണിക്ക് കത്തി, പിന്നെ എപ്പോഴാണ് കത്തുക? പിന്നെ കത്തുന്നത് 8:04. പിന്നെ എപ്പോഴാണ് കത്തുക? 4 മിനിറ്റ് കൂടെ കഴിയാന്ന് പറഞ്ഞാൽ 8 മിനിറ്റിൽ. പിന്നെയോ 12, പിന്നെ 16, 20, 24. പിന്നെ നമുക്ക് ആരുടെ സഹായം വേണ്ട, നമുക്ക് എഴുതാൻ പറ്റും, കാരണം അത് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 1 4s are 4, 2 4s are 8, 3 4s are 12, 4 4s are 16. അങ്ങനെ പോകും. ഇനി മൂന്നാമത്തെ ആൾ, ഇത് 2 മിനിറ്റിലാണ് കത്തുന്നത്, ഇത് എന്താണ് 4 മിനിറ്റിലാണ്. ഗ്രീൻ ലൈറ്റ് കത്തുന്നത് ഓരോ 3 മിനിറ്റ്സിലാണെന്ന് വിചാരിക്കാം. ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓരോ 3 മിനിറ്റ് കഴിയുമ്പോഴും ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. ആദ്യത്തെ 8 മണിക്ക് ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ലൈറ്റ് എപ്പോഴാണ് കത്തുക? 3 മിനിറ്റ് ആകുമ്പോൾ.
8 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം കത്തും. പിന്നെയോ 8 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആകുമ്പോൾ പിന്നെയും കത്തും. 3 മിനിറ്റ് കഴിയും. 8:03 പിന്നെ ഒരു 3 മിനിറ്റ് കൂടെ കഴിയാന്ന് പറഞ്ഞാൽ 6 മിനിറ്റ്. പിന്നെ ഒരു 3 മിനിറ്റ് കൂടെ കഴിയാന്ന് പറഞ്ഞാൽ 9. പിന്നെയും 3 എന്ന് പറഞ്ഞാൽ 12. പിന്നെയും 3 എന്ന് പറഞ്ഞാൽ 15, 18, 21. പിന്നെ നമുക്ക് ആരുടെ സഹായം വേണ്ട, നമ്മൾ സിമ്പിളായിട്ട് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? മൾട്ടിപ്പിൾസ് എഴുതുന്നത് ആണ്. മൾട്ടിപ്പിൾസ് ഓഫ് 2, മൾട്ടിപ്പിൾസ് ഓഫ് 4, മൾട്ടിപ്പിൾസ് ഓഫ് 3. ഇതാണ് മൾട്ടിപ്പിൾസ്. ഇനി ഈ മൾട്ടിപ്പിൾസിനെ നോക്കിയേ, എല്ലാവരും മൾട്ടിപ്പിൾസിനെ നോക്കിയേ. ഇവിടെ ചില ആൾക്കാർ കോമൺ ആയിട്ട് വരുന്നുണ്ട്. 2 പേരുടെ അടുത്ത് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. 2ന്റെയും 4ന്റെയും മാത്രം നോക്കി, 2ഉം 4ഉം മാത്രം നോക്കി. 4 കോമൺ ആണ്, 8 കോമൺ ആണ്, 12 കോമൺ ആണ് അല്ലേ? ഇനി എഴുതുവാണെങ്കിൽ കുറേ ആൾക്കാരെ കോമൺ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി 4നെയും 3നെയും നോക്കി ആരൊക്കെയാ കോമൺ? 12 കോമൺ ആണ്. വേറെ ആരെങ്കിലും ഉണ്ടോ? 24 കോമൺ ആണ് അല്ലേ? അങ്ങനെ കുറേ ആൾക്കാർ കോമൺ ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്. 2 പേരിലും കോമൺ ആയിട്ട് ഒരേപോലെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കോമൺ എന്ന് പറയുന്നത്, കോമൺ മൾട്ടിപ്പിൾസ്. ഇനി മിസ് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 3 പേരിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒന്ന് നോക്കി പറഞ്ഞേ. 3 പേരിലും കോമൺ ആയിട്ട് ആരെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലേ? അത് പറയണ്ട, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? കമൻ്റ് ആയിട്ട് താഴെ പറയാം. അപ്പോൾ ഇതാണ് മക്കളെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാലും കോമൺ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ 3 പേരിൽ, അതായത് 2, 2, 4, 3 അല്ലെങ്കിൽ 2, 3, 4 എന്ന് പറയുന്ന ഈ 3 നമ്പേഴ്സിലും കോമൺ ആയിട്ട് വരുന്ന മൾട്ടിപ്പിൾ ആരാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമൻ്റ് ആയിട്ട് താഴെ പറയാം. ഓക്കെ, സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.